വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തൃശൂർ നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തൃശൂരിലെ സുപ്രധാനമായ റോഡ് MG റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടത്തുന്നത്. പ്രതിഷേധിക്കുന്ന കൗൺസിലർമാരെയും പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. അത് ചിലരെ കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും ചില കൗൺസിലർമാരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സമരം ചെയ്തിരുന്ന BJP കൗൺസിലർ കസ്റ്റഡി വഴങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴും മറ്റ് കൗൺസിലർമാർ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് കോൺഗ്രസ് കൗൺസിലറായ ലാലി ജെയിംസ് ആണ്. ഇവർ ഇനിയും മടങ്ങാൻ തയ്യാറായിട്ടില്ല. നിരവധി തവണയായി കൗൺസിലിന്റെ വിഷയങ്ങൾ നിറയെ കുണ്ടും കുഴിയ റോഡുകളില് ഇത് പറയുമ്പോ അവര് ഞങ്ങളെ പരിഹസിക്കുക ചെയ്യാറ്. എവിടെയാ കുണ്ടും കുഴിയുണ്ട്? ഇപ്പൊ ജീവൻ രണ്ടാമത്തെ പൊലിയണേ. മുൻപ് ഒരു സ്ത്രീയുടെ ജീവൻ പൊലിഞ്ഞു. ഞങ്ങളെ ഒരുപാട് തവണ കൗൺസിലിൽ പറഞ്ഞു മടുത്ത വിഷയങ്ങളാ. ഈ കാശില്ലാന്നല്ല, മേയർ ഗോവയ്ക്ക് ടൂർ പോയേക്ക. മേയർക്ക് എന്നും ടൂറാ. മേയർക്ക് ഇതൊക്കെ ലാഘവത്തോടെ കാണുന്നത്. അവിടെ സെക്രട്ടറി പോയിണ്ട്, SC പോയിണ്ട്. അവർക്ക് താല്പര്യം വരെ ഇപ്പൊ കൊണ്ടുപോയിണ്ട്. പ്രധാനമായി ഇവർ പറയുന്നത് മേയർ ടൂർ പോയിരിക്കുകയാണ്. മേയർക്ക് നഗരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല. ആവർത്തിച്ച് പലതവണ ആവശ്യപ്പെട്ടതാണ് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്ന കാര്യം. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മേയർ രാജിവെക്കണമെന്ന ആവശ്യവും ഇവിടെ ശക്തമാണ്. നമുക്കറിയാവുന്ന പോലെ തൃശൂർ LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. വളരെ നാരോ ഭൂരിപക്ഷത്തിലാണ് LDF ഇവിടെ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. BJP അംഗങ്ങളുള്ള പിന്തുണയുള്ള നഗരം കൂടിയാണ് തൃശൂർ നഗരം. അതുകൊണ്ട് തന്നെ തൃശൂർ മേയർക്കെതിരെയും തൃശൂർ കോർപ്പറേഷന്റെ പ്രവർത്തനക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലനാണ്. അദ്ദേഹത്തെ സമരത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. വളരെ ക്ഷീണിതനായി അദ്ദേഹത്തെ കാണപ്പെടുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹം റോഡിലെത്തുകയും ഇവിടെ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. രാജൻ ജെ പല്ലനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്തായാലും മേയർ ഉൾപ്പെടെയുള്ളവർ ടൂർ പോയിരിക്കുകയാണെന്നും അവർക്ക് നഗരത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ സമയമില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വലിയ പ്രതിഷേധം തൃശൂർ MG റോഡിൽ റോഡപകടത്തെ തുടർന്ന് പ്രതിപക്ഷം നടത്തുന്നു നമുക്ക് കാണാം. ഇന്ന് രാവിലെ 7:45 ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. രാജൻ ജെ പല്ലനെ ഇപ്പോൾ ഗോവയിൽ ടൂർ പോയിരിക്കുന്നു. ഗോവയിൽ സെക്രട്ടറി അടക്കം ടൂർ പോയിരിക്കുന്നു. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. മേയർ രാജിവെക്കുക. മേയറെ പേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക. സെക്രട്ടറി പേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക. 2 ജീവൻ പൊലിഞ്ഞിട്ടും മേയർ ഒന്ന് പറഞ്ഞില്ലേ? 2 ജീവൻ പൊലിഞ്ഞിട്ടും മേയർ എന്ന് പറഞ്ഞില്ലേ? നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. വൻ പ്രതിഷേധമാണ് എന്തായാലും ഇവിടെ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് കോൺഗ്രസ്. നടരാജ്, ഇപ്പോൾ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചിട്ടുണ്ടോ? ജിൽസി, റോഡിൽ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും ഇപ്പോൾ നീക്കം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. റോഡിൽ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുകൂടി ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വളരെ നിസ്സാര തുകയാണ് ഈ ചെറിയ കുഴി അടയ്ക്കാൻ വേണ്ടത്. അതുപോലും മേയർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വൻ പരാജയമാണെന്ന് ഈ ഇടതു ഭരണസമിതി വലിയ പരാജയമാണെന്ന് ഒരു രക്തസാക്ഷിയോട് തെളിയിച്ചിരിക്കുകയാണ്. ആ ജീവന് ആര് മറുപടി പറയും? ഒരു ചെറിയ കുഴി അടയ്ക്കാൻ സാധിച്ചിട്ട കോർപ്പറേഷനാണ്. 2 വർഷം മുമ്പ് ചെയ്യാറുള്ള സ്ത്രീ മരിച്ചു, സ്കൂട്ടറി വീട് മരിച്ചു. ഇത് രണ്ടാമത്തെ അപകടമാണ്. ഈ കൊലക്കൂട്ടത്തിന്റെ മേയർ പേര് കേസെടുക്കണം, സെക്രട്ടറി പേര് കേസെടുക്കണം. അല്ലാണ്ട് സമരം അവസാനിപ്പിക്കില്ല. സമരം തുടരുമെന്നാണ് നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടാവണം. എന്തുകൊണ്ട് കോർപ്പറേഷൻ നടപടി എടുത്തില്ല? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനാസ്ഥ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ തിരക്കായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ് പോലീസ്. ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും കാറുമൊക്കെ തന്നെ ഇവിടെ നിന്ന് കടത്തിവിടുന്നുണ്ട്. പോലീസ്
വാഹനം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരുമായി മടങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നഗരത്തിലാകെ ഗതാഗത കാരണം നമുക്കറിയാവുന്ന തൃശൂർ സ്വരാജ് റൗണ്ടിന് തൊട്ടടുത്താണ് ഈ MG റോഡ് എന്ന് പറയുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്ന വാഹനങ്ങൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ ഭാഗത്ത് ഉണ്ടായ ഗതാഗത കുരുക്ക് തൃശൂർ നഗരത്തിന്റെ ആകെ ഗതാഗതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഗവർണർ ഉൾപ്പെടെയുള്ളവർ നഗരത്തിൽ എത്തുന്നൊരു സമയം കൂടിയാണ്. VVIPയുടെ സാന്നിധ്യമുള്ള സമയമാണ്. റൂട്ട് പ്രത്യേകം ക്രമീകരിക്കുന്ന ചുമതലയൊക്കെ തന്നെ പോലീസിനുണ്ടായിരുന്നു. അതിനിടെയാണ് ദാരുണമായ ഈ അപകടവും അതിനെ തുടർന്നുള്ള പ്രതിഷേധവും. എന്തായാലും വൻ ഗതാഗത പ്രശ്നം ഈ ഭാഗത്തുണ്ട് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ജിൽസി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറിൽ തൃശൂർ കണ്ടത്. ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നു. മേയർ സ്ഥലത്തില്ല, മേയർ ടൂറിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനാസ്ഥ ഇനിയും അനുവദിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസ് BJP പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ആവർത്തിച്ചു പറയുന്നു. ജിൽസി, എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് തൃശൂർ നഗരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധമായിരുന്നു. നടു റോഡിൽ കിടന്നുകൊണ്ട് ഈ പ്രശ്നത്തിനുടൻ പരിഹാരം കാണാം. പലതവണ കൗൺസിൽ യോഗത്തിൽ ഈ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചപ്പോഴൊക്കെ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് മേയറും സംഘവും ചെയ്തിട്ടുള്ളത്. അവരൊക്കെ ഇപ്പോൾ യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ടൂറിന് പോയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സമയമില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷ കക്ഷികൾ കടന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും. ഇപ്പോൾ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഗവർണർ അടക്കം ജില്ലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ തരത്തിലുള്ള വലിയ ശ്രദ്ധയിലേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കണം. അവർ പ്രതിപക്ഷ കൗൺസിലർമാർ സൂചിപ്പിച്ചതനുസരിച്ച് നേരത്തെയും ഒരു യുവതി ഇങ്ങനെ റോഡിലെ അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. കുഴിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അത് അങ്ങനെയാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത്, ഒരു പരിഹാരം കാണാൻ സാധിക്കാത്തത് വലിയ പ്രതിഷേധാർഹമാണെന്ന് അവർ പറയുന്നു. അതിനനുസരിച്ച് ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ ഉണ്ടായത്. നടരാജ് പരശുരാമാണ് ആ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. 0 ഓവറിൽ തിരിച്ചെത്താം.